മറ്റൊരു കാര്യം, MLA അതും മാധ്യമങ്ങളോട് അറിഞ്ഞാണെന്ന് അറിയാം. സാന്ദ്ര തോമസിനെ പിന്തുണയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളുടെ ഇത് ചോദിച്ചപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന ഒരു പേരാണ് KR മീരയ്ക്കൊപ്പം ഉമാ തോമസ് MLA. കാരണം അതിജീവിത നമുക്കറിയാം നേരിട്ട ഒരു പ്രശ്നം, ആ പ്രശ്നത്തിൽ MLA ഭർത്താവ് എത്രത്തോളമാണ് ഇടപെട്ടതെന്ന് പിന്നീട് ആ MLA ഉമാ തോമസ് MLA ആയിരുന്നു അതിന് ഏറ്റവും ഇടപെട്ടതെന്ന് അറിയാം. അത് വെച്ചിട്ടാണ് സാന്ദ്ര തോമസ് വ്യക്തമാക്കുന്നത് സ്ത്രീപക്ഷ നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരാളാണ് തന്റെ MLA, സ്വന്തം MLA എന്നാണ് സാന്ദ്ര തോമസ് ഞാൻ നമ്മോട് പറഞ്ഞത്. അപ്പൊ അതിനകത്ത് MLAക്ക് തിരിച്ചെന്നാണ് പറയുന്നത്. നമ്മുടേതൊരു ജനാധിപത്യ രാജ്യമാണ്. നമ്മള് ആ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ മതി. പുരുഷനെ എന്ന പോലെ തന്നെ സ്ത്രീക്കും ഈക്വൽ റൈറ്റ് ഉണ്ട്. നമ്മൾ മത്സരിക്കുമ്പോൾ പോലും ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ വകുപ്പിലൊക്കെ 50% സ്ത്രീകളെ ഉൾപ്പെടുത്തണം എന്ന് പറയുമ്പോൾ അതുപോലെ തന്നെ എല്ലാ ഫീൽഡിലും തലപ്പത്ത് വരേണ്ടവർ പുരുഷന്മാരോടൊപ്പം സ്ത്രീകളും വരേണ്ടതുണ്ട്. അങ്ങനെ മാത്രമേ അവർക്ക് നല്ല രീതിയിലുള്ളൊരു ഭരണം കാഴ്ചവെക്കാൻ പറ്റുള്ളൂ. ഏത് ഫീൽഡിലാണെങ്കിലും അങ്ങനെ തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. സ്ത്രീകളെ എന്തിനാ മാറ്റി നിർത്തുന്നത്? അവർക്ക് അവകാശമുണ്ടെങ്കിൽ അത് കൊടുക്കേണ്ടത് നിർബന്ധമായിട്ടും ചെയ്യേണ്ട കാര്യം തന്നെയായിരുന്നു. ഇതിൽ ആരെയും കുറ്റപ്പെടുത്താനോ മറ്റോ അല്ല. പക്ഷേ അത് റൈറ്റ് ആണെങ്കിൽ എന്തിനാണ് അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത്? എന്തിനെയാണ് ഭയക്കുന്നത്? ഇങ്ങനെ ഒരുപാട് പേര് അത് അവർ പറയുന്ന ചില കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ പേർപ്പസ്ഫുള്ളി അത് തള്ളുമായിരുന്നു എന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പർദ്ദയിട്ട് വന്നതെന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഒരു സ്ത്രീയെ നയിക്കണമെങ്കിൽ അവരെത്രമാത്രം മനസ്സുകൊണ്ട് വിഷമിക്കുന്നുണ്ടാവും എന്നുള്ളത്. അവർ വളരെ ബോൾഡായിട്ടുള്ള സ്ത്രീയാണ്. അതുകൊണ്ട് അതിനെതിരെ ഫൈറ്റ് ചെയ്യണം എന്ന് വിചാരിക്കുന്നു. ഞാൻ പറയണേ, ഇത് സമൂഹത്തിലെ എല്ലാവർക്കും ഇതൊരു പാഠമാണ്. എല്ലാവരും ഒന്നും ഇതുപോലെ ഇത്ര ശക്തമായിട്ട് നിൽക്കുകയില്ല. ഇവര് അങ്ങനെ സാൻഡ്ര അത് വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് നാളുകളിൽ മറ്റുള്ളവർക്ക് ഇതുപോലെയുള്ള ഇങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവരുത് എന്നുള്ള സതുദ്ദേശത്തോടു കൂടിയാണ് സാൻഡ്ര ഇങ്ങനെ ഇത് അഡ്രസ് ചെയ്യുന്നത്. അതാ ഞാൻ പറഞ്ഞ, ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. ഞാൻ പറയണത് എന്ത് തന്നെയാണെങ്കിലും അത് ആ കുട്ടിക്ക് റൈറ്റ് ഇല്ലേ? മറ്റുള്ളവരെ പോലെ തന്നെ റൈറ്റ് ഉണ്ട്. അപ്പോൾ അത് ആ പത്രിക പിന്തള്ളാൻ പാടില്ലായിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. വോട്ടെടുത്തിട്ട് ജയിക്കുകയോ തോൽക്കുകയോ ചെയ്യട്ടെ, അത് വിധി നിർണയിക്കട്ടെ. അല്ലാതെ വോട്ടവകാശത്തിന് പോലും അനുവദിക്കാത്ത രീതിയിൽ ആ കുട്ടിയെ മത്സരിപ്പിക്കുക കൂടി ചെയ്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റ് തന്നെയാണെന്നാണ് എൻ്റെ അഭിപ്രായം. സാൻഡ്ര തോമസിനല്ല, എല്ലാവർക്കും തന്നെ. ഞാൻ പറയണേ, ജനാധിപത്യ രാജ്യമാണ്. സ്ത്രീകൾക്ക് എന്ന പോലെ തന്നെ പുരുഷന്മാർക്കും ഈക്വൽ റൈറ്റ്സ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് അവർക്ക് റൈറ്റായിട്ട് മത്സരിക്കാനായിട്ടുള്ള ഒരു ഇതുണ്ടെങ്കിൽ, എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ മത്സരിപ്പിക്കേണ്ടതുണ്ടായിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം.